ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളുടെ മിക്കു വീണ്ടും വന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന കഥ ഒരു ആനക്കൊട്ടിലെ കഥയാണ് കേട്ടോ. ആനക്കൊട്ടിൽ കേട്ടിട്ടുണ്ടോ? ആനകളെ താമസിപ്പിക്കുന്ന സ്ഥലം. ആനകളെ താമസിപ്പിക്കുന്ന സ്ഥലം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കോട്ടൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആനക്കൊട്ടിലുണ്ട്. ഒരുപാട് ആനകളൊക്കെ അവിടെ ഉണ്ട്. വലിയ വലിയ കൂടുകളിലാണ് ആനയെ പരിപാലിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആനക്കൊട്ടിൽ ഒരിക്കലും ഒരു ആനക്കൊട്ടിൽ കാണാനായിട്ട് ഒരു മനുഷ്യൻ പോയി. ആ മനുഷ്യൻ അവിടെ ചെന്ന് ആനകളെല്ലാം ഇങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരാനയെയും ചങ്ങല കൊണ്ടല്ല കെട്ടിയിരിക്കുന്നത്. വലിയ ആനകളെപ്പോലും ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. ആ ആന ഒന്ന് വലിച്ചാൽ കയറ് പൊട്ടും. അപ്പോൾ അങ്ങനെ ആനയ്ക്ക് രക്ഷപ്പെടാം. അപ്പോൾ ആന ഉപദ്രവകാരിയായി മാറണമെങ്കിലും ഇത് പൊട്ടിച്ചോടിയാൽ മതി. പക്ഷേ ആനകൾ കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന കാല് അനക്കുന്നത് പോലുമില്ല. ആനയുടെ ശരീരമൊക്കെ ഇങ്ങനെ ആടുന്നുണ്ട്. അത് തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. മറ്റ് കാലുകളും കൈകളൊക്കെ ഇങ്ങനെ ഉയർത്തുന്നു. പക്ഷേ കെട്ടിയിട്ടേക്കുന്ന ആ ഒരു കാൽ, ആ കയറ് കൊണ്ടാണ് കെട്ടിയിട്ടിട്ട് പോലും അത് അനക്കുന്നതേയില്ല. അപ്പോൾ അദ്ദേഹത്തിന് സംശയമായോ, ആശ്ചര്യമായി. എന്തുകൊണ്ട് ഈ ആനകൾ രക്ഷപ്പെടുന്നില്ല? ഒന്ന് വലിച്ചാൽ കയറ് പൊട്ടും, രക്ഷപ്പെടാം. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ആനയെ പരിപാലിക്കുന്ന ആളോട് ഇത് ചോദിക്കാം, എങ്കിലല്ലേ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ആനയെ പരിപാലിക്കുന്ന ഒരാളെ കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു സംശയം, നിങ്ങൾ ആ സംശയം ഒന്ന് തീർത്തു തരുമോ? എന്താണ് നിങ്ങളുടെ സംശയം? ആനയെ പരിപാലിക്കുന്ന ആൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആനകൾ, വലിയ ആനകളെപ്പോലും നിങ്ങൾ കയറുകൊണ്ട് കെട്ടിയിട്ടേക്കുന്നു. കുഞ്ഞാനയാണെങ്കിൽ പോട്ടെ, വലിയ ആനയ്ക്ക് കയറൊന്ന് വലിച്ചാൽ പൊട്ടും, കയറ് പൊട്ടും, അതിന് രക്ഷപ്പെടാമല്ലോ. എന്തുകൊണ്ട് അത് പൊട്ടിക്കാതെ നിൽക്കുന്നു? അപ്പോഴാണ് ഈ ആനയെ പരിപാലിക്കുന്ന മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഈ ആനകൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, കുഞ്ഞാനയായിരുന്നപ്പോഴത്തേക്കും അവരെ കയറിലാണ് കെട്ടിയിട്ടത്. അന്ന് അവയ്ക്ക് ഈ കയറിനെ പൊട്ടിക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷേ അവർ വളരും തോറും അവരുടെ ചിന്ത ഇത് തന്നെയാണ്, ഈ കയറിനെ പൊട്ടിക്കാൻ അവർക്ക് കഴിയുകയില്ല. എത്ര ശക്തനായി വളർന്നിട്ടും അവരുടെ ചിന്ത ഈ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ശക്തി അറിയാതെ അവരെന്നും ആ കാലനക്കാതെ ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് അവ ഇനി പൊട്ടിക്കുകയുമില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊരു കഥയാണ്. പക്ഷേ ഈ കഥ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു ക്ലാസ്സുകളിലായിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചതും വളർന്നതും ചില പരിമിതികൾക്കുള്ളിലായിരിക്കാം. പക്ഷേ വലിയ വലിയ കുഞ്ഞുങ്ങളായി മാറുമ്പോൾ, മക്കളായി മാറുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒതുങ്ങിപ്പോകരുത്, പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങരുത്. അതിലും അപ്പുറമായ വിശാലമായ പഠന മേഖലകളിലേക്ക് നമ്മൾ ഉയരണം, അറിവുകളിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ അറിവുകൾ നമ്മൾ വളരുന്നതിനനുസരിച്ച് വളർത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ അറിവുകളെ ഇങ്ങനെ ഒതുക്കി വയ്ക്കുന്നവരായിട്ട്, മൂടി വയ്ക്കുന്നവരായിട്ട്, പരിമിതപ്പെടുത്തുന്നവരായിട്ട് മാറരുത്. ഇന്നും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് കാരണം, ഒരുപാട് പേരുടെ പ്രയാസങ്ങൾക്ക് കാരണം, ജോലി കിട്ടാത്തതിന് കാരണം ഒക്കെ ഇത് തന്നെയാണ്. അറിവുകളെ ഇങ്ങനെ പരിമിതപ്പെടുത്തുന്നു. പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, മിടുക്കരായി വളരുക. നിങ്ങളുടെ ലോകം വിശാലമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു മിടുക്കരായി വളരുക, നല്ല ഭാവിയിലേക്ക് വരിക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.